ഇപ്പോൾ അതാ ആ യോഗം കഴിഞ്ഞിരിക്കുന്നു വിവരമുണ്ട്. വാർത്തയിലേക്കൊന്ന് പോയ ശേഷം അങ്ങയിലേക്ക് വരാം. യോഗം കഴിഞ്ഞിരിക്കുന്നു. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, യോഗം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആദ്യഘട്ട യോഗം എന്നുള്ളതാണോ, അത് യോഗം അവസാനിച്ചു ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തി എന്നുള്ളതാണോ? സ്മൃതി, അതിനെക്കുറിച്ച് വ്യക്തതയില്ല. ഏതാണ്ട് 2.5 മണിക്കൂറിലേറെ നീണ്ട യോഗമാണ് പൂർത്തിയായത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്ത സംസ്ഥാനത്തെ പാർലമെന്ററി പാർട്ടി അധ്യക്ഷനെ തീരുമാനിക്കുന്ന യോഗം, അത് അവരെ ഒറ്റക്കൊറ്റയ്ക്ക് കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടെ ആരാഞ്ഞതിനു ശേഷം അല്പം മുമ്പാണ് പൂർത്തിയായത്. ആ യോഗം കഴിഞ്ഞ സാഹചര്യത്തിൽ നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടേക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. തീരുമാനം പ്രഖ്യാപിക്കുമോ എന്നത് കാത്തിരുന്ന് കാണാം. ഏതായാലും ഇന്ന് തീരുമാനം ഉണ്ടാകുമെന്ന സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അല്പം മുമ്പ് യോഗം അവസാനിച്ചു. ഏതാണ്ട് ആദ്യഘട്ടത്തിൽ നേതാക്കൾ ഹൈക്കമാൻഡ് അവരുടെ സൂചനകൾ നൽകി. കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഒരു താല്പര്യം ഹൈക്കമാൻഡ് അറിയിച്ചു. അതിനുശേഷം വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളുമായി വ്യക്തിപരമായി രാഹുൽ ഗാന്ധി അടക്കം സംസാരിച്ചതിന് ശേഷമാണ് യോഗം പൂർത്തിയായത്. അല്പസമയത്തിനകം തന്നെ നേതാക്കൾ പുറത്തേക്ക് വന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ യോഗത്തിന്റെ തീരുമാനം അറിയിക്കുമെന്നാണ് ഒടുവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഉടൻ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങും. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഇവിടെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീടിന് മുന്നിൽ സുരക്ഷ കൂടുതൽ ഒരുക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ പുറത്തുവരും. ഇതിനകം പുറത്ത് ഏതൊക്കെ നേതാക്കളെ കാണുന്നു റോഷിപാൽ? ഇപ്പോൾ ദീപാദാസ് മുൻഷിയെ കാണുന്നുണ്ട്. തീരുമാനം പൂർത്തിയായ ശേഷമുള്ള നേതാക്കളുടെ പ്രതികരണം അല്പസമയം വാർത്താ സമ്മേളനത്തിനായി. ആ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി തന്നെ ആ തീരുമാനം പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. അതോ ഖാർഗെ പ്രഖ്യാപിക്കുമോ? എന്താണ് അറിയാനാകുന്നത്? പുറത്തിറങ്ങി നിൽക്കുന്ന നേതാക്കളിൽ നമുക്ക് KPCC പ്രസിഡന്റിനെ കാണാം, ദീപാദാസ് മുൻഷിയെ കാണാം, രമേശ് ചെന്നിത്തലയെ കാണാം, കെ.സി. വേണുഗോപാലും ആ കൂട്ടത്തിൽ നിൽക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേതാക്കൾ പുറത്തിറങ്ങി നിൽക്കുന്നു. വി.ഡി. സതീശനെ ഈ കൂട്ടത്തിൽ കാണുന്നുമില്ല. കസേര ആർക്ക് എന്ന് നേരത്തെ കിട്ടിയ സൂചനകളിലേക്കാണോ ആ തീരുമാനം നീങ്ങുന്നത്? അറിയാൻ അല്പനിമിഷം മാത്രമേ ബാക്കിയുള്ളൂ. റോഷിപാൽ, ഇനിയൊരു യോഗമില്ല, ഇനിയൊരു ചർച്ചയില്ല, അന്തിമ തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാമോ? അത് തന്നെയാണ് സാധ്യത. അല്ലാതെ ഒരുപക്ഷെ നേതാക്കൾ മാധ്യമങ്ങളെ കാണില്ല സ്മൃതി. കാരണം തീരുമാനമെടുക്കാതെ മാധ്യമങ്ങളെ കാണില്ല. തീരുമാനം എടുത്തു കഴിഞ്ഞു. ആരായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് അറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. കേരളത്തിന്റെ പാർലമെന്ററി പാർട്ടി കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ് ആരാണെന്നറിയാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി. നേതാക്കൾ ഇപ്പോൾ തന്നെ മാധ്യമങ്ങളെ കാണും. ഏതാണ്ട് 2.5 മണിക്കൂറിലേറെ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ആ തീരുമാനം എടുത്തിരിക്കുന്നത്. ആ തീരുമാനം ആരായിരിക്കും? കെ.സി. വേണുഗോപാലാണോ, വി.ഡി. സതീശനാണോ, രമേശ് ചെന്നിത്തലയാണോ മുഖ്യമന്ത്രി എന്ന കാര്യം അറിയാനായി നമുക്ക് അല്പസമയം മാത്രം കാത്തിരുന്നാൽ മതി. നേതാക്കൾ ഇതാ പുറത്തേക്ക് വരുന്നു. ഏറ്റവും സുപ്രധാനമായ തീരുമാനം എന്തായിരിക്കുമെന്നറിയാൻ വേണ്ടി നേതാക്കൾ ഒരുമിച്ച് പുറത്തേക്ക് വന്ന് മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ആരായിരിക്കും അങ്ങനെ ഏറ്റവും പ്രധാനമായ തീരുമാനം കേരളത്തിന്റെ മുഖ്യമന്ത്രി 102 എന്ന വലിയ വിജയത്തിനൊടുവിൽ ദിവസങ്ങൾ എടുത്ത ശേഷം വന്നിരിക്കുന്ന വലിയ തീരുമാനം, ആ തീരുമാനം നീതിക്കൊപ്പമുള്ള തീരുമാനമാണോ എന്നുള്ളതാണ് അറിയേണ്ടത്.